യോഗ ദിവസവും ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. യോഗ ദിവസവും ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പ്രധാനമായും നമ്മുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി ഇതുമൂലം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മസിൽ സ്ട്രെങ്ത്, നമ്മുടെ ബോൺ സ്ട്രെങ്ത്, നമ്മുടെ എല്ലുകളുടെയും പേശികളുടെയും ഒക്കെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ ഈ യോഗ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നമുക്ക് അതിലേക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി പോലുള്ള നമ്മുടെ സ്ട്രെസ് ഹോർമോണൊക്കെ യോഗ ചെയ്യുന്ന സമയത്ത് കുറയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ സ്ട്രെസ് കുറക്കാനും ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് മൈൻഡ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ ക്വാളിറ്റി കൂട്ടാനും വേണ്ടിയിട്ടും നമ്മുടെ മെമ്മറി ക്വാളിറ്റി കൂട്ടാനും വേണ്ടിയിട്ടും ഇത്തരം നമ്മുടെ ബ്രെയിൻ വളരെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ചിന്താശേഷി, നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം കൂട്ടാനും വേണ്ടിയിട്ടുമൊക്കെ ഈ യോഗ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ, നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വേണ്ടിയിട്ടും നമ്മുടെ മെറ്റബോളിസം നല്ല രീതിയിൽ നടക്കാനും വേണ്ടിയിട്ടുമൊക്കെ യോഗ വളരെ നല്ലതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഉറക്കം നല്ല രീതിയിലാവാൻ വേണ്ടി, ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉറക്കമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ സ്ഥിരമായി യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉള്ള ഉറക്കം കിട്ടാൻ വേണ്ടി നിങ്ങളത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ യോഗ നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ, നിത്യമായി ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ശീലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാം. ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായ അസുഖങ്ങളുള്ള ആളുകൾ, സ്ഥിരമായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഗർഭിണികൾ, പ്രായമായ ആളുകൾ, ഇത്തരക്കാരൊക്കെ ചെയ്യരുത് എന്നല്ല, ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഡോക്ടറുടെ ഒരു ഉപദേശം തേടിയതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.